ആൾക്കൂട്ട അപകടത്തിനു ശേഷം കരൂരിൽ മുഖ്യമന്ത്രി വിജയിയുടെ ആദ്യ പൊതുപരിപാടി. TVKയുടെ പൊതുപരിപാടിയിലുണ്ടായ അപകടത്തിൽ പോലീസിനെയും സംസ്ഥാനത്ത് അധികാരത്തിലിരുന്ന DMKയുമാണ് വിജയ് പഴിചാരിയത്. സെപ്റ്റംബറിൽ 41 പേരുടെ മരണത്തിനിടയാക്കിയ കരൂർ ദുരന്തത്തെ തുടർന്ന് വിജയ്ക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. എന്നാൽ കരൂരിലെത്തിയ മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് പോലീസിനെയും അധികാരത്തിലിരുന്ന DMKയെയും വിമർശിച്ചു. ദുരന്തം രാഷ്ട്രീയ ചതിയാണെന്നും ആൾക്കൂട്ടം നിയന്ത്രണാതീതമാണെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്നും വിജയ് പറഞ്ഞു. തമിഴ്നാട്ടിൽ അഴിമതി അവസാനിപ്പിച്ചതായി അവകാശപ്പെട്ട മുഖ്യമന്ത്രി വിജയ് സർക്കാർ ഓഫീസുകളിൽ ഇനി 1 രൂപ പോലും കൈക്കൂലി നൽകരുതെന്നും ആഹ്വാനം ചെയ്തു. ദുരന്തത്തിൽ മരിച്ചവരുടെ ഓർമ്മ നിലനിർത്താൻ കരൂരിൽ സ്മാരകം നിർമ്മിക്കുമെന്നും വിജയ് പറഞ്ഞു. ദുരന്തത്തിന് ശേഷം ആദ്യമായി വിജയ് കരൂരിലെത്തിയപ്പോൾ വൻ സ്വീകരണമാണ് പാർട്ടി പ്രവർത്തകർ നൽകിയത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുമായി വിജയ് കൂടിക്കാഴ്ച നടത്തി. മരിച്ചവരുടെ ആശ്രിതരായ 32 പേർക്ക് വിജയ് നിയമന ഉത്തരവ് കൈമാറുകയും ചെയ്തു. എന്നാൽ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് ആശ്രിത നിയമനം നൽകുന്നതിനെ പ്രതിപക്ഷം വിമർശിക്കുകയാണ്. ജനം, ഡൽഹി.